10 × x × 4/5 x സമം 2 × 8 ആയാൽ എക്സിൻ്റെ വില കാണുക. നമുക്ക് 10നെ 2 × 5 എന്ന് എഴുതാം. 10നെ 2 × 5 അതിൻ്റെ കൃതി എക്സ് ഹോൾ ഘാതം എക്സ് പിന്നെ ഇൻറ്റു 4/5 x സമം 2 ഘാതം 8. ഇത് ഹോൾ ഘാതം വരുമ്പോൾ 2ന് കൊടുക്കണം. ഹോൾ ഘാതം വരുമ്പോൾ 2ന് കൊടുക്കണം. അപ്പോൾ 2 ഘാതം x × 5 ഘാതം x 2 ഘാതം x × 5 ഘാതം x × 4/5 ഘാതം x സമം 2 ഘാതം 8. 5 ഘാതം x 5 ഘാതം x വെട്ടിപ്പോയി. ബാക്കി 2 ഘാതം x × 4 സമം 2 ഘാതം 8. ഈ 4നെ അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ എന്താണുള്ളത്? 2 ഘാതം x സമം ഇവിടെ എന്തുണ്ട്? 2 ഘാതം 8. ഈ 4 2 സ്ക്വയർ ആണ്. 4 2 സ്ക്വയർ അങ്ങോട്ട് വരുമ്പോൾ ബൈ എന്നാവും. ബൈ 2 സ്ക്വയർ 2 സ്ക്വയർ. അപ്പോൾ 2 ഘാതം x സമം 2 ഘാതം 8/2 ഘാതം 2 എന്ത് വരും? 2 ഘാതം 6. a ഘാതം m/a ഘാതം n a ഘാതം m - n. അപ്പോൾ 2 ഘാതം 8 2 കുറച്ച് 6. ഇത് നോക്കൊരു സമവാക്യം. 2 ഘാതം x സമം 2 ഘാതം 6. പാദസംഖ്യകൾ തുല്യമാണെങ്കിൽ കൃത്യങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ എക്സിൻ്റെ വില 6. ഉത്തരം x സമം 6. 2 വർഷത്തേക്ക് ഒരു നിശ്ചിത തുകയുടെ 4% നിരക്കിൽ കൂട്ടുപലിശ 2448 രൂപ. ഇതേ നിരക്കിൽ ഇതേ തുകയുടെ ഇതേ കാലയളവിലേക്കുള്ള ലളിതമായ പലിശ കാണുക. ലളിതമായ പലിശ സാധാരണ പലിശയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണണം. അപ്പോൾ 2 വർഷത്തേക്ക് കൂട്ടുപലിശ തന്നിട്ടുണ്ട്, സാധാരണ പലിശ കാണണം. 2 വർഷത്തേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും ബന്ധിപ്പിക്കുന്ന സൂത്രവാക്യം. 2 വർഷത്തേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും ബന്ധിപ്പിക്കുന്ന സൂത്രവാക്യം. കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ സമം സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ ഇൻറ്റു 1 + r/200. ഇതാണ് ഫോർമുല. വില കൊടുക്കുക. കൂട്ടുപലിശ നമുക്കറിയാം എത്രയാണ്? 2448 സമം സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത്. അത് അതുപോലെ SI ഇൻറ്റു 1 പ്ലസ് പലിശ നിരക്ക് എത്രയാണ്? 4%. 4/200. 2448 സമം SI ഇൻറ്റു ഇത് നമുക്ക് 4 കൊണ്ട് പഠിച്ചെടുക്കുമ്പോൾ 1 + 4 കൊണ്ട് വെട്ടുമ്പോൾ 1 4 4 54 200. അപ്പോൾ 2448 സമം SI ഇൻറ്റു ഇതെങ്ങനെ ചെയ്യുക? 1 കൊണ്ട് 50നെ കുടിക്കുക. ഒരു 50 50 1 കൂട്ടുക. 51/50. 1 × 50 50 1 കൂട്ടി 51/50. SI കാണണമെങ്കിൽ ഇത് ഇങ്ങനെ എടുക്കണം. അപ്പോൾ SI കാണാൻ ഇവിടുത്തെ എഴുതുക. അത്ര 2448 ഇൻറ്റു ഇതിനെ തിരിച്ചിടുക. റെസിപ്രോക്കൽ ഇടുക. എന്താ വരിക? 50/51. നമുക്ക് ഗുണിച്ചതിന് ശേഷം ഹരിക്കുക. അതിന് മുമ്പ് വെട്ടിച്ചെടുക്കാൻ പറ്റുമോ? വെട്ടിച്ചെടുക്കാം. ഇവിടെ 3 കൊണ്ട് 17 3 51. ഇവിടെ 3 കൊണ്ട് 8 3 24. 1 3 3 ശിഷ്ടം 1 18 6 3 18. അപ്പോൾ 816 × 50/17. 816 × 5 ഗുണിക്കുക. 816 × 5 I 6 30 ശിഷ്ടം 3 1 5 5 3 8 I 8 40. 5 കൊണ്ട് ഇതിനെ കുറിച്ച് ഇനി ഒരു 0 ഉണ്ട്. അപ്പോൾ എന്ത് വരും? 40,800. ഇതിനെ നമുക്ക് 17 കൊണ്ട് ഹരിക്കാം. 40,800നെ 17 കൊണ്ട് ഹരിക്കണം. 17 34 കുറയ്ക്കുമ്പോൾ 6 അടുത്തക്കം 8 62 4 17 68 കഴിഞ്ഞു. ഇവിടുത്തെ പിന്നെ 2 0 ഉണ്ട്. അപ്പോൾ എന്ത് വരും? ഉത്തരം 2400 രൂപ. ക്ലാസ്സിലെ 14 വിദ്യാർത്ഥികളുടെ ഭാരത്തിൻ്റെ ശരാശരി 42 കിലോഗ്രാം. അധ്യാപകൻ്റെ ഭാരം കൂടി ചേർത്താൽ ശരാശരി ഭാരം 600 ഗ്രാം വർദ്ധിക്കും. അധ്യാപകൻ്റെ ഭാരം എത്ര? നമുക്കിതിൽ എണ്ണം ശരാശരി എന്നെഴുതുക. എണ്ണം ശരാശരി. ആദ്യം എത്ര എണ്ണം? 14 വിദ്യാർത്ഥികൾ. 14 എണ്ണം. 14 വിദ്യാർത്ഥികളുടെ ശരാശരി എത്രയാണ്? ഭാരം 42 കിലോഗ്രാം. അധ്യാപകൻ്റെ ഭാരം കൂടി ചേർക്കുക. അതായത് ഒരാളെയും കൂടി ചേർക്കണം. ഇവിടെ 14 ആളായിരുന്നു, ഒന്ന് കൂട്ടിയാൽ 15 പേരായി. അപ്പോൾ എന്താ സംഭവിക്കുക? ശരാശരി ഭാരം 600 ഗ്രാം കൂടും. 600 ഗ്രാം കൂടും. ഇപ്പോൾ എത്രയുണ്ട്? 42 കിലോ ഉണ്ട്. അതിൻ്റെ കൂടെ 42ൻ്റെ കൂടെ ഇത് കിലോഗ്രാമാണ്. 42ൻ്റെ കൂടെ 600 ഗ്രാമും കൂടി. അപ്പോൾ ഇതും കൂടി നമ്മൾ കിലോഗ്രാം ആക്കുക. 600 ഗ്രാം കിലോഗ്രാം എങ്ങനെയാക്കുക? 3 ദശാംശസ്ഥാനം നീക്കിയാൽ മതി. അതായത് 1000 കൊണ്ട് ഹരിക്കുക. ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ 1000 കൊണ്ട് ഹരിക്കുക. ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ 1000 കൊണ്ട് ഹരിക്കുക. അതായത് 3 ദശാംശസ്ഥാനം നീക്കുമ്പോൾ 0.6 എന്ന് വരും. ഇവിടെ 3 സ്ഥാനം നിൽക്കും 0.6. അപ്പോൾ ഇവിടെ 42 ഉണ്ട്. അതിൻ്റെ കൂടെ 0.6 കൂടി കൂടും. അപ്പോൾ കിലോഗ്രാമായി 42.6 കിലോഗ്രാം കൂടി. നമുക്ക് എന്ത് കാണണം? അധ്യാപകൻ്റെ ഭാരം കാണണം. അധ്യാപകൻ്റെ ഭാരം കാണണം. ഇതിലേതാ കൂടുതൽ എണ്ണം? ഇവിടെ അല്ലേ കൂടുതൽ എണ്ണം? ഏതാ? 15. അതിനെ അതിൻ്റെ ശരാശരി കൊണ്ട് ഗുണിക്കുക. 42.6. വലിയ എണ്ണത്തെ അതിൻ്റെ ശരാശരി കൊണ്ട് ഗുണിക്കുക. ചെറിയ എണ്ണത്തിനെ അതിൻ്റെ ശരാശരി കൊണ്ട് ഗുണിക്കുക. 14 × 42. എന്നിട്ട് വലുതും ചെറുത് കുറയ്ക്കുക. ഇത് ഗുണിക്കുക. 15 6 90 ശിഷ്ടം 9 15 2 30
39 ശിഷ്ടം 3 15 4 60 63 എന്ന് വരും. ഒരു സ്ഥാനം നീക്കുമ്പോൾ ഈ 0 പോയിട്ട് 639 കുറയ്ക്കണം. ഇത് ഗുണിക്കുക 14 2 28 ശിഷ്ടം 2 14 4 56 58 കുറയ്ക്കുമ്പോൾ 1 8 9 5 8 13. അതായത് അധ്യാപകൻ്റെ ഭാരം എത്രയാണ്? 51 കിലോഗ്രാം. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന എല്ലാ രണ്ടക്ക സംഖ്യകളുടെയും തുക കാണുക. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരിക എന്ന് പറഞ്ഞാൽ 7ൻ്റെ ഗുണിതങ്ങളുടെ കൂടെ 5 കൂട്ടണം. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരിക പറഞ്ഞാൽ 7ൻ്റെ ഗുണിതങ്ങളുടെ കൂടെ 5 കൂട്ടി എഴുതണം. അപ്പോൾ 7ൻ്റെ ഗുണിതങ്ങൾ 1 7 7 5 കൂട്ടിയ 12, 7 14 5 കൂട്ടിയ 19, 3 21 5 കൂട്ടിയ 26, 4 28 5 കൂട്ടിയ 33. ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ എത്ര രണ്ടക്ക സംഖ്യകൾ മാത്രം മതി. അപ്പോൾ 100-ലപ്പുറം പോകരുത്. അപ്പോൾ 14 7 98 14 7 98 പക്ഷേ 5 കൂട്ടിയ 103 അപ്പുറത്തേക്ക് കിടക്കും 3 അക്ക സംഖ്യയിൽ. അപ്പോൾ 14 7 എടുക്കരുത്. 13 7 91 13 7 91 5 കൂട്ടിയ 96. നമ്മൾക്ക് സംഖ്യകൾ എഴുതി നോക്കുമ്പോഴോ 12 7 19 19 7 26 26 7 33 7 കൂടി പോണു. ഒരേ സംഖ്യ കൂടി പോവുകയാണ്. അതുകൊണ്ട് ഇത് സമാന്തര ശ്രേണിയാണ്. ഒരേ സംഖ്യ 7 കൂടി പോണു. അതുകൊണ്ട് ഇത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണിയാണ്. നമുക്ക് എന്താ കാണേണ്ടത്? തുക കാണണം. തുക കാണണമെങ്കിൽ എണ്ണം അറിയണം. തുക കാണാൻ എണ്ണം അറിയണം. അപ്പോൾ ഇതിൽ എണ്ണം അതായത് n കാണണം. n കാണുന്ന സൂത്രമൊക്കെ എന്താ? Tn മൈനസ് T1/d പ്ലസ് 1. അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. അവസാന പദം എത്രയേ? 96 കുറയ്ക്കണം. ആദ്യ പദം എത്രയേ? 12 ബൈ പൊതുവ്യത്യാസം 7 അല്ലേ വരുന്നത്? 7 പ്ലസ് 1. ഇത് കുറയ്ക്കുമ്പോൾ 84 വരും. 84/7 പ്ലസ് 1. 84/7 12 വരും. 12 ഒന്നും കൂട്ടിയ 13 പദങ്ങളാണെന്ന് മനസ്സിലായി. 13 പദങ്ങൾ. തുകയാണ് കാണുന്നത്. തുക കാണാൻ സൂത്രവാക്യം എന്താ? സം ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു T1 പ്ലസ് Tn. n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. n എത്ര കിട്ടി? 13/2 ഇൻറ്റു ആദ്യ പദം 12 പ്ലസ് അവസാന പദം 96. അപ്പോൾ 13/2 ഇൻറ്റു കൂട്ടുമ്പോൾ 96 2 98 10 108 ഇത് വരും. അപ്പോൾ ഈ 13 ഇൻറ്റു ഇത് നമുക്ക് വെട്ടിച്ചെടുക്കുമ്പോൾ 54 വരും അല്ലേ? 54 13 ഇൻറ്റു 54 ഗുണിക്കുക 13 ഇൻറ്റു 54 13 4 52 ശിഷ്ടം 5 13 5 65 5 70. ഉത്തരം 702. 60 പ്ലസ് 16 ഗുണിക്കണം 0.5/60 കുറയ്ക്കണം x സമം 17 എക്സിൻ്റെ വില കാണുക. 60 പ്ലസ് 16 ഗുണിക്കണം 0.5/60 മൈനസ് x സമം 17. ഇതൊരു സമവാക്യമാണ്. ഇത് എക്സ് കാണണം. നമുക്കിതിൽ അംശത്തിൽ മാത്രം ന്യൂമറേറ്ററിൽ മാത്രം ബോർഡ് മാസ് ഉപയോഗിക്കുക. ന്യൂമറേറ്ററിൽ മാത്രം ബോർഡ് മാസ് ഉപയോഗിക്കുക. എന്താണ് ബോർഡ് മാസ്? ബോർഡ് മാസ് BODMAS. ബി ബ്രാക്കറ്റാണ്, ഇവിടെ ഇല്ല. O എന്ന് പറഞ്ഞാൽ OF ആണ്, ഇവിടെ ഇല്ല. ഡി ഡിവിഷൻ ഹരണം, ഇവിടെ ഇല്ല. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനാണ് ആദ്യം ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ഗുണനം ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ചെയ്യണം. അപ്പോൾ ഈ 60 അതുപോലെ ഇട്ടു. 60 പ്ലസ് ഇത് ഗുണിക്കുക 16 ഇൻറ്റു 0.5 ദശാംശം ഒഴിവാക്കി ഗുണിക്കുക 16 5 80. ദശാംശം ഒഴിവാക്കുമ്പോൾ ഇവിടെ 5 വരും. 16 5 80. അതിന് ശേഷം ദശാംശം നീക്കണം. ദശാംശം നീക്കുമ്പോൾ 8.0 അതായത് 8 ഇവിടെ ഇത് ചെയ്ത് കഴിഞ്ഞു. ബൈ ചെയ്തെന്താ? 60 മൈനസ് എക്സ് സമം വലതുവശത്ത് എന്താ? 17. ഇനി നമുക്ക് ബൈ 60 മൈനസ് എക്സ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ സമത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുപോകുക. ഈ 60 മൈനസ് എക്സിനെ ഇവിടെ ബൈ അതായത് ഹരിച്ചിരിക്കണം. അങ്ങോട്ട് പോകുമ്പോൾ ഗുണിക്കണം എന്നാവും. വിപരീത ക്രിയ. ഹരണം ഇങ്ങോട്ട് വരുമ്പോൾ ഗുണിക്കണം. അപ്പോൾ ഇവിടെ എന്താണ്? 68 സമം ഇവിടെ എന്തുണ്ട്? 17 ഗുണിക്കണം. ബ്രാക്കറ്റിലിടുക. എന്ത്? 60 മൈനസ് എക്സ്. അപ്പോൾ 68 സമം 17 കൊണ്ട് 2 ഗുണിക്കണം. 17 കൊണ്ട് 60നെയും 17 കൊണ്ട് നെഗറ്റീവ് എക്സിനെയും. 17 ഇൻറ്റു 60 6 7 42 ശിഷ്ടം 4 1 6 4 10 102 പിന്നെ ഒരു 0 1020. പിന്നെ ഇത് ഗുണിക്കുമ്പോൾ മൈനസ് 17x എന്ന് വരും. 17x. നമുക്ക് ഈ മൈനസ് 17x മാത്രം ഒരു ഭാഗത്ത് എഴുതാം. മൈനസ് 17x ഇതിനെ മറ്റോടത്തേക്ക് എടുക്കുക. അപ്പോൾ എന്ത് വരും? നെഗറ്റീവ് 17x. അത് അവിടെ ഒരു ഭാഗത്ത് എഴുതി. സമം ഇവിടെ എന്തുണ്ട്? 68. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 1020 എന്ന് വരും. അപ്പോൾ നെഗറ്റീവ് 17x സമം ഇത് കുറയ്ക്കുമ്പോൾ നെഗറ്റീവ് വരും. 68 1020 കുറയ്ക്കണം. കുറച്ച് നോക്ക്. 1020 68 കുറയ്ക്കുമ്പോൾ 2 8 10 1 7 5 12 1 0 1 9 10 952 എന്ന് വരും. എങ്ങനെ എക്സ് കാണുക? നെഗറ്റീവ് 952 ബൈ ഇവിടെ ഇൻറ്റു ആണ്. അത് അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ എന്നാവും. നെഗറ്റീവ് 17. നെഗറ്റീവ് ഹരിക്കുമ്പോൾ പോസിറ്റീവ് വരും. എന്നിട്ട് ഹരിക്കുക. നെഗറ്റീവ് ഹരിച്ചാൽ പോസിറ്റീവാണ്. 952നെ 17 കൊണ്ട് ഹരിക്കുക.
5, 17, 85 എന്ന് വരും. 5, 17, 85 കുറയ്ക്കുമ്പോൾ 85, 10, 95, പിന്നെ 2, 102. 102 കൃത്യം 6 തവണ. 6, 7, 42, ശിഷ്ടം 4, ഒരു 64, 10 കുറയ്ക്കുമ്പോൾ 0 വരും. ഉത്തരം എക്സിൻ്റെ വില എത്രയാണ്? 56. റൂട്ട് ഓഫ് 6.76 സമം 2.6 ആയാൽ 0.26 ഹോൾ സ്ക്വയറിൻ്റെ വില കാണുക. നമുക്ക് റൂട്ട് ഓഫ് 6.76 എന്നുണ്ട്. 6.76 റൂട്ട് 2.6 ആണ്. 6.76 റൂട്ട് 2.6 ആണ് എന്ന് പറഞ്ഞാൽ 2.6ൻ്റെ സ്ക്വയർ ഇതാണ്. 6.76 റൂട്ട് 2.6, അതായത് 2.6ൻ്റെ സ്ക്വയർ 6.76. നമുക്ക് എന്ത് മനസ്സിലായി? 2.6ൻ്റെ സ്ക്വയർ 6.76, അതായത് ഇതിലത്തെ ദശാംശം ഒഴിവാക്കിയ 26ൻ്റെ സ്ക്വയർ, ഇതിലത്തെ ദശാംശം ഒഴിവാക്കിയ 676 നമുക്ക് മനസ്സിലായി. 26ൻ്റെ സ്ക്വയർ 676 ആണ്. നമുക്ക് എന്താ കാണേണ്ടത്? 0.26ൻ്റെ സ്ക്വയറാണ്. 0.26ൻ്റെ സ്ക്വയർ കാണണം. അപ്പോൾ 26ൻ്റെ സ്ക്വയർ 676 ആണ്. 0.26 സ്ക്വയർ കാണണം. ഇപ്പോൾ സംഖ്യ മാറ്റമൊന്നുമില്ല. നമുക്ക് തന്നതും നമുക്ക് കാണേണ്ടത് സംഖ്യ മാറ്റമില്ല. പിന്നെ എന്താ? ദശാംശം മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേ ഇതെടുത്ത് എഴുതുക. എത്രയാണ്? 676 എഴുതുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ എത്ര ദശാംശ സ്ഥാനം ഉണ്ട് നോക്കുക. 2 ദശാംശ സ്ഥാനം. ദശാംശം എത്ര ഉണ്ട്? 2 എണ്ണം. സ്ക്വയർ കാണുമ്പോൾ ഇരട്ടി സ്ഥാനം എടുക്കുക. ഇവിടെ 2 സ്ഥാനമാണ്, അതിൻ്റെ ഇരട്ടി. സ്ക്വയർ കാണുമ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി. ഇവിടെ 2 ദശാംശ സ്ഥാനമാണ്, അതിൻ്റെ ഇരട്ടി എത്ര? 4. ഇവിടെ 4 ദശാംശ സ്ഥാനം വരണം. 4 ദശാംശ സ്ഥാനം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0 ചേർത്തിട്ട് പോയിന്റ് ഇടണം. ഇപ്പോൾ 4 ദശാംശ സ്ഥാനമായി അല്ലേ? അപ്പോൾ 0.26 ഹോൾ സ്ക്വയറിൻ്റെ ഉത്തരം എന്താണ്? 0.0676. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ തുക 120 സംഖ്യകൾ കാണുക. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകൾ, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 5 ഈവൺ നമ്പേഴ്സ്. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 5 ഈവൺ നമ്പേഴ്സിൻ്റെ സമ്മ നമുക്കറിയാം. കാരണം സമ്മ നമുക്കറിയാം, സംഖ്യകൾ കാണണം. ഈവൺ നമ്പേഴ്സ് ഏതാണ്? ഇരട്ട സംഖ്യകൾ 2, 4, 6, 8 എക്സെട്ര അല്ലേ? അതായത് 2 കൂടി പോകണം. 2 കൂടി പോകണം. അപ്പോൾ നമുക്ക് ഇവിടെ 5 ഇരട്ട സംഖ്യകളാണ്. ആദ്യത്തെ ഇരട്ട സംഖ്യ എക്സ് എടുത്ത് വരിക്കുക. അടുത്ത 2 കൂട്ടു ഇത് വരും x+2. വീണ്ടും 2 കൂട്ടു x+4. അടുത്തത് x+6. അടുത്തത് x+8. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1, 2, 3, 4, 5 ഇരട്ട സംഖ്യകൾ പറഞ്ഞു. നമുക്ക് ഇതാണ് 5 ഇരട്ട സംഖ്യകൾ. എന്താ പറയുന്നത്? തുക. ഇതെല്ലാം കൂടി കൂട്ടണം. കൂട്ടി എത്ര കിട്ടും? 120. ഇനി നമുക്കിത് കൂട്ടുക. 1x 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 1, 2, 3, 4, 5x. സംഖ്യകൾ കൂട്ടുക. 2, 4, 6, 6, 6, 12 കിട്ടും. പ്ലസ് 20 സമം 120. ഇതെങ്ങനെ എക്സ് കാണുമ്പോൾ ആദ്യം 20നെ അങ്ങോട്ട് എടുക്കണം. 20ന്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 5x സമം 120 പ്ലസ് 20 അങ്ങോട്ട് എടുക്കുമ്പോൾ -20. 5x സമം കുറയ്ക്കുമ്പോൾ 100. x സമം 100/5 20. അതായത് എന്താ കിട്ടി? ആദ്യത്തെ ഇരട്ട സംഖ്യ കിട്ടി. അപ്പോൾ ആ ഇരട്ട സംഖ്യകൾ ഏതൊക്കെ? 20. തൊട്ടടുത്ത് എന്ത് വരും? 22, 24, 26, 28. ഇതാണ് ആ 5 ഇരട്ട സംഖ്യകൾ. അപ്പോൾ ഇതുപോലൊരു ചോദ്യം വന്നാൽ എങ്ങനെ? തുടർച്ചയായ 5 എന്ന് തന്നെ വരണം. ഇരട്ട സംഖ്യകളുടെ തുക തന്നാൽ നമുക്ക് എളുപ്പ വഴിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ തുകയെന്ന് 20 കുറയ്ക്കുക. കണ്ടോ? തുകയെന്ന് 20 കുറയ്ക്കുക. 20 സ്ഥിരസംഖ്യയാണ് കേട്ടോ. അപ്പോൾ തുകയെന്ന് 20 കുറയ്ക്കുക. ആ കിട്ടുന്ന ഉത്തരത്തെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. തുകയെന്ന് 20 കുറയ്ക്കുക. ആ കിട്ടുന്ന ഉത്തരത്തെ 5 കൊണ്ട് ഹരിച്ചാൽ അതാണ് എളുപ്പ വഴി. അപ്പോൾ ചെറിയ സംഖ്യ കിട്ടും. പിന്നെ ബാക്കിയുള്ള നമുക്ക് എഴുതാം. സമഗുണിത പ്രോഗ്രേഷൻ്റെ 3-ാം പദം 64, 5-ാം പദം 1024. ആദ്യ പദം കാണുക. സമഗുണിത പ്രോഗ്രേഷൻ, ജിയോമെട്രിക് പ്രോഗ്രേഷൻ. സമഗുണിത പ്രോഗ്രേഷൻ, ജിയോമെട്രിക് പ്രോഗ്രേഷൻ്റെ 3rd ടേം 64, 5th ടേം 1024, ഫസ്റ്റ് ടേം കാണണം. അപ്പോൾ സമഗുണിത പ്രോഗ്രേഷൻ്റെ 3-ാം പദം, 5-ാം പദം. അപ്പോൾ നമുക്ക് n-ാം പദം കാണാൻ സൂത്രവാക്യം എഴുതാം. n-ാം പദം സമഗുണിത പ്രോഗ്രേഷൻ്റെ n-ാം പദം Tn സമം a × r ഘാതം n-1 ആണ്. അപ്പോൾ നമുക്ക് ഈ 3-ാം പദം പറയുമ്പോൾ T3 സമം a × r ഘാതം, ഇപ്പോൾ n വരുമ്പോൾ n ഒന്ന് കുറച്ചു, അതുപോലെ 3 വരുമ്പോൾ 3 ഒന്ന് കുറച്ചാൽ 2, a × r ഘാതം 2 സമം 3-ാം പദം തന്നിട്ട് എത്രയാണ്? 64. അതുപോലെ നമുക്ക് 5-ാം പദം T5 സമം a × r ഘാതം 5 ഒന്ന് കുറച്ചാൽ 4 സമം എത്രയാണ്? 1024. അപ്പോൾ നമുക്ക് 2 സമവാക്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതൊരു സമവാക്യം, ഒരു സമവാക്യം. ഇതിൽ രണ്ടാമത്തെ സമവാക്യത്തെ ആദ്യത്തെ സമവാക്യം കൊണ്ട് ഹരിക്കുക. രണ്ടാമത്തെ ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ലെഫ്റ്റ് സൈഡ് എന്താ? അതിൻ്റെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താ? a × r ഘാതം 4. a × r ഘാതം 4 ഇവിടെ ഇടതുവശം എന്താ? a × r ഘാതം 2. ഇടതുവശങ്ങൾ ഹരിച്ചു.
സമം വലതുവശങ്ങൾ ഹരിക്കുക 1024/64. ഇതിൽ നമുക്ക് എ വെട്ടിപ്പോയിട്ട് ആർഘാതം 4/r² എന്ന് പറയുമ്പോൾ r² വരും അല്ലേ. ആർഘാതം 4/r². ഏഘാതം m/ഏഘാതം n, ഏഘാതം m-n. ആർഘാതം 4 2 കുറച്ച് 2 r² സമം ഇത് ഹരിക്കണം. നമുക്ക് ഹരിക്കുമ്പോൾ 1024നെ 64 കൊണ്ട് ഹരിക്കുക. ഒരു 64 കുറയ്ക്കുമ്പോൾ 8 4 12 1 7 3 10 38 എന്ന് കിട്ടി. അടുത്ത സംഖ്യ 4 384 കൃത്യം 6 തവണ പോവും. 6 × 4 24, ശിഷ്ടം 2, 6 36 2 38 കുറയ്ക്കുമ്പോൾ 0. നമുക്ക് എത്ര കിട്ടി? 16. അപ്പോൾ r² സമം 16. അപ്പോൾ r എത്രയായിരിക്കും? √16 4. നമുക്ക് r കിട്ടി. എന്താ ഈ r? കോമൺ റേഷ്യോ, പൊതുഗുണിതം. r എന്ന് പറഞ്ഞാൽ പൊതുഗുണിതം, ഗുണിച്ച് പോണ സംഖ്യ. ജോമെട്രി പ്രൊവിഷനിൽ നമുക്ക് അതാണ് കിട്ടിയത്. നമുക്ക് കിട്ടുന്നത് എന്താ? ആദ്യ പദമാണ്. ആദ്യ പദം പറഞ്ഞാൽ ഫസ്റ്റ് ടേം എ ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സമവാക്യം ഉണ്ടല്ലോ, ഈ രണ്ട് സമവാക്യം ഏതെങ്കിലും ഒന്നുമില്ല വില കൊടുക്കുക. ഇത് എഴുതുക. ar² സമം 64. a × r² സമം 60 അല്ല ar² സമം 64. വില കൊടുക്കുമ്പോൾ a × r² ഇത് 16 ആണ്. r² എത്രയാണ്? 16. a × 16 സമം 64. a എങ്ങനെ കാണുക? 64/16. ഉത്തരം 4. ഒരു വരിയിൽ 50 സെൻറ്റിമീറ്റർ അകലത്തിൽ ചെടികൾ നട്ടു. 1-ാം ചെടിയും 11-ാം ചെടിയും തമ്മിലുള്ള അകലം എത്ര? നമുക്കൊരു ഏകദേശ ചിത്രം വരച്ച് നോക്കാം. ഉദാഹരണമായിട്ട് ഇതാണ് ചെടികൾ നട്ട വരി എന്ന് വിചാരിക്കുക. ഇത് 1-ാമത്തെ ചെടി, ഇവിടെ 2-ാമത്തെ ചെടി, 3-ാമത്തെ, 4-ാമത്തെ, 5-ാമത്തെ 6 ചെടികളുണ്ടെന്ന് സങ്കല്പിക്കുക. ഉദാഹരണമായിട്ട് ഈ 1-ാം ചെടിയും 2-ാം ചെടിയും തമ്മിൽ 50 സെൻറ്റിമീറ്റർ അകലുണ്ട്. 2-ാം ചെടിയും 3-ാം ചെടിയും തമ്മിലും 50 സെൻറ്റിമീറ്റർ, ഇവിടെയും 50 സെൻറ്റിമീറ്റർ, എല്ലാം തമ്മിലും 50 സെൻറ്റിമീറ്ററാണ് അകലുള്ളത്. നമുക്ക് 1-ാം ചെടിയും 2-ാം ചെടിയും തമ്മിൽ അകലം എത്ര? 150. 1-ാം ചെടിയും 3-ാം ചെടിയും തമ്മിലോ 250. 1-ാം ചെടിയും 4-ാം ചെടിയും തമ്മിലോ 350. അപ്പോൾ എത്രാമത്തെയാണോ അതിനേക്കാൾ 1 കുറവായ 50കളുണ്ട്. എത്രാമത്തെയാണോ അതിനേക്കാൾ 1 കുറവായ 50. അപ്പോൾ ഇവിടെ എത്രാം ചെടിയാണ്? 1-ാം ചെടിയും 11-ാം ചെടിയും. അപ്പോൾ 1 കുറവ് എത്ര? 10 50 ഉണ്ടാവും. അതായത് 10 × 50 സെൻറ്റിമീറ്റർ. 50 × 10 500 സെൻറ്റിമീറ്റർ. നമുക്കറിയാം 100 സെൻറ്റിമീറ്റർ 1 മീറ്ററാണ്. അപ്പോൾ 500 സെൻറ്റിമീറ്റർ, അതായത് ഉത്തരം 5 മീറ്റർ.